പ്രൈസ് ദി ലോർഡ്. ഈ വീഡിയോയിൽ കൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. അനുഗ്രഹിക്കപ്പെട്ട ഈ സമയം നാം ദൈവവചനത്തോട് അടുത്ത് വരുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്ന വചനം നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു അനുഗ്രഹമായി തീരട്ടെ. ഞാനൊരു വചനം വായിക്കുന്നു. യെശയ്യാപ്രവചനം 38-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം. ഞാൻ നിൻ്റെ പ്രാർത്ഥന കേട്ടു, നിൻ്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു, ഞാൻ നിൻ്റെ ആയുസ്സിനോട് 15 സംവത്സരം കൂട്ടും. ദൈവത്തിന് സ്തോത്രം. പലപ്പോഴും നാം കേട്ടിട്ടുള്ളതായ ഒരു വചനമാണെങ്കിലും എന്നെ ചിന്തിപ്പിച്ചതായ ഒരാലോചന ഞാൻ ഈ ഭാഗത്ത് നിങ്ങളെ ഓർപ്പിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. യഹൂദയിലെ രാജാവായിരുന്ന ഹിസ്കിയാവിന് രോഗം പിടിപെട്ട് ഭാരത്തോടെ പ്രയാസത്തോടെ കഴിയുമ്പോൾ ദൈവം തൻ്റെ ദാസനായ യെശയ്യാവിനെ പറഞ്ഞു വിട്ട് ഒരു പ്രവചന ആത്മാവിൽ ഒരു ദൂത് പറയുന്നു. നീ മരിച്ചു പോകും, നിൻ്റെ ഗ്രഹകാര്യം ക്രമപ്പെടുത്തുക. ദൈവത്തിന് സ്തോത്രം. എന്നാൽ മരിച്ചു പോകുമെന്നുള്ള സങ്കടകരമായ ദൈവാലോചന കേട്ട ദൈവവൃത്യനായ അല്ലെങ്കിൽ അർത്ഥാൽ ഭാരപ്പെട്ടിരിക്കുന്ന ഹിസ്കിയാവ് ചെയ്ത കാര്യമാണ് ഈ വിഷയത്തിനകത്തെ വളരെ പ്രാധാന്യത. ദൈവത്തിന് സ്തോത്രം. സ്വാഭാവികമായി നമുക്കറിയാം, ചില ദുഃഖകരമായ പ്രയാസകരമായ ചില ദൈവാലോചനകൾ നമ്മൾ കേട്ട് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ചില വാക്കുകൾ നമ്മുടെ ചെവിയിൽ എത്തപ്പെട്ട് കഴിയുമ്പോൾ, നമ്മൾ ചില കാഴ്ചകൾ നമ്മുടെ കണ്ണിൽ കണ്ടു കഴിയുമ്പോൾ പെട്ടെന്ന് നമ്മളങ്ങ് ഡിപ്രഷനിലേക്ക് പോകാറുണ്ട്, നമ്മളങ്ങ് ടോട്ടലി ഡിസ്കറേജ് ആയി തീരാറുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നമ്മൾ കേൾക്കുന്ന വിഷയത്തിനോട് നമ്മൾ എങ്ങനെയാണോ പ്രതികരിക്കുന്നത്, ആ പ്രതികരണത്തിനനുസരിച്ചായിരിക്കും ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ മേൽ വെളിപ്പെടുന്നത്. ദൈവത്തിന് സ്തോത്രം. ഒറ്റവാക്കിൽ പറഞ്ഞാൽ, കേൾക്കുന്ന എല്ലാത്തിനും നമ്മൾക്കൊരു പക്ഷെങ്കിൽ നിരാശയുടേതായ വാക്കാണ് നമ്മൾ കേട്ടതെങ്കിലും, ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു ദൈവപൈതൽ ഉണ്ടാകേണ്ടത് നെഗറ്റീവ് ചിന്താഗതി ഉണ്ടാകാൻ പാടില്ല. ദൈവത്തിന് സ്തോത്രം. പോസിറ്റീവായിട്ട് തന്നെ നമ്മൾ ചിന്തിപ്പാൻ തക്കണം, നമ്മുടെ മനസ്സിനെ ജാഗ്രതമാക്കണം. ഇവിടെ അതേ മരിച്ചു പോകുമെന്ന് ആലോചന കേട്ടതായ ഹിസ്കിയാവ് ചെയ്തത് 2-ാം വാക്യം പറയുന്നു. അപ്പോൾ ഹിസ്കിയാവ് മുഖം ചുവന്റെ നേരെ തിരിച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു. ദൈവത്തിന് സ്തോത്രം. എന്ന് പറഞ്ഞാൽ, കേട്ട വിഷമകരമായ സാഹചര്യങ്ങളിൽ തളർന്നിരിക്കാതെ തൻ്റെ സാഹചര്യത്തെ താനൊന്ന് മാറ്റാൻ ശ്രമിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ കേൾക്കുന്ന നിരാശജനകമായ വാക്കുകളുടെ മുൻപിൽ നമ്മൾ തകർന്ന് ക്ഷീണിച്ചിരിക്കുകയല്ല ചെയ്യേണ്ടത്. നമ്മൾ ഇപ്പോൾ പോകുന്ന സാഹചര്യങ്ങളിൽ നിന്നും നമുക്കൊന്ന് വ്യതിചലിച്ച് ചിന്തിക്കാൻ നമുക്കൊരു മനസ്സുണ്ടാകണം. ദൈവത്തിന് സ്തോത്രം. ഹിസ്കിയാവ് അതല്ലേ ചെയ്തത്. അവൻ ഇതുവരെ നോക്കിയിരുന്നത് മനുഷ്യമുഖത്തേക്കായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ തൻ്റെ സ്ഥാനമാനങ്ങളിലും തൻ്റെ പിടിപാടുകളിലേക്കൊക്കെയാണ് താൻ നോക്കിയതെങ്കിലും, താൻ ആ കേട്ട ദുഃഖകരമായ വാർത്തയുടെ മുൻപിൽ തൻ്റെ സാഹചര്യത്തെ താനൊന്ന് മാറ്റാൻ ശ്രമിക്കുകയാണ്. താൻ ചെയ്യുന്നത് എന്താണ്? താൻ ഹിസ്കിയാവ് മുഖം ചുവരിൻ്റെ നേരെ തിരിച്ച് യഹോവയോട് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇവിടുത്തെ പ്രധാന വിഷയം, ദൈവം നമ്മളുടെ പ്രാർത്ഥന കേട്ട് നമ്മുടെ അവസ്ഥയ്ക്ക് മാറ്റം വരണമെങ്കിൽ നമ്മളുടെ യാത്രകൾക്കും നമ്മുടെ സാഹചര്യങ്ങൾക്കും, അർത്ഥാൽ നമ്മൾ സഞ്ചരിക്കുന്ന വഴികൾക്ക് ഒരു മാറ്റം വരുത്തിയാൽ തീർച്ചയായിട്ടും ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ്. അതാണല്ലോ തുടർന്നുള്ള താഴേക്കുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുന്നത്. ഹിസ്കിയാവിന് മരിച്ചു പോകുമെന്ന് ദൂത് പറഞ്ഞതായ അതേ പ്രവാചകനെ ദൈവം തിരിച്ചു വിട്ടിട്ട് അവൻ ആയുസ് ദീർഘമാക്കി കൊടുത്ത ആലോചന അറിയിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഒരേ ദൈവം തന്നെ 2 കാര്യങ്ങൾ ചെയ്യുന്നുവെങ്കിൽ, നമ്മൾ ഒരു വിഷയം നമ്മുടെ മുൻപിൽ വരുമ്പോൾ, വിശ്വാസികളായ ദൈവമക്കളായ നമ്മൾ പെട്ടെന്ന് ചില വിഷയങ്ങൾ, നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ചില വിഷയത്തിന് അതേ നെഗറ്റീവായിട്ടുള്ള ചില മറുപടികൾ നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മളങ്ങ് ഡൗൺ ആയി പോവുകയാണ്. നമ്മൾ ചില വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, ചില മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ചില സാമ്പത്തിക വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അതൊന്നും തക്ക സമയത്ത് നടക്കാതിരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മളങ്ങ് ഡൗൺ ആയി പോവുക. ഇത് പിശാച് മുതലെടുക്കും. ദൈവത്തിന് സ്തോത്രം. ഈ വചനത്തിലൂടെ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കട്ടെ. ഞാനൊരു ദൂതായി നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ കേൾക്കുന്ന സാഹചര്യങ്ങളുടെ മുമ്പിൽ നിങ്ങൾ പതറിപ്പോകുകയല്ല ചെയ്യേണ്ടത്. നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തെങ്കിലേക്ക് ഒന്നുകൂടെ നിങ്ങളുടെ ഹൃദയം സമർപ്പിച്ച് ഒരു ഏറ്റുപറച്ചിലോടെ മുഖം ദൈവത്തെങ്കിലേക്ക് തിരിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ശത്രുവായവൻ ഫുൾ സ്റ്റോപ്പ് ഇടാൻ തുടങ്ങിയ സാഹചര്യത്തിന്മേൽ ദൈവം അതിന്മേൽ അതേ വീണ്ടും ഒരു തുടർചലനം ഉണ്ടാക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ദൈവത്തിന് സ്തോത്രം. ഇവിടെ വായിക്കുന്നു, അതേ ഞാൻ ആ ഭാഗത്തേക്ക് വിശദീകരിപ്പാൻ താല്പര്യപ്പെടുന്നില്ല. അതേ അവൻ്റെ പ്രാർത്ഥനയുടെ രീതി ഒന്ന് മാറി അവൻ പ്രാർത്ഥിക്കുകയാണ്. ഇതേ ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ട് നമ്മുടെ സാഹചര്യം, അർത്ഥാൽ എത്ര പ്രശ്ന സങ്കീർണമായ സാഹചര്യമാണെങ്കിലും വിശ്വാസത്തോടെ നാം അതിനെ നേരിടുമ്പോൾ ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി നമ്മുടെ മേൽ വെളിപ്പെടുക തന്നെ ചെയ്യും. ദൈവത്തിന് സ്തോത്രം. മോശ ചെങ്കടലിന്റെ മുമ്പിൽ വന്നു നിന്നുകൊണ്ട് നിരാശയോടെ ദൈവമുഖത്തേക്ക് നോക്കി പ്രാർത്ഥിച്ച് ദൈവത്തോട് ചോദിക്കുന്നു, ദൈവമേ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ
ദൈവം മോശയോട് പറയുകയാണ്, മോശയെ, നീ എന്നിലേക്ക് നോക്കുന്നതിനേക്കാൾ അധികമായി ഞാൻ നിന്റെ മേൽ ഏൽപ്പിച്ച വിശ്വാസത്തിൻ്റെ ആധികാരികത, അർത്ഥാൽ ഞാൻ നിന്നെ ഏൽപ്പിച്ചതായ ചില ദൈവികമായ പ്രവൃത്തിയുടെ കാഴ്ചയിലേക്ക് നീ എത്തപ്പെടുമ്പോൾ നിന്റെ മുൻപിലുള്ള പ്രശ്നത്തെ അതിജീവിപ്പാൻ നിനക്ക് സാധിക്കും. അതാ പൗലോസ് പറയുന്ന ഒരു വാക്കുണ്ടല്ലോ, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കാം. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, ഈ വചനത്തിൽ നമ്മെ ഓർപ്പിക്കുന്ന വലിയൊരു സത്യം, മുൻപിലുള്ള പ്രതികൂലത്തെ കണ്ട് നാം പതറി നിൽക്കുകയല്ല ചെയ്യേണ്ടത്. പ്രതികൂലത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് ആ പ്രതികൂലത്തെ ചാടിക്കടക്കത്തക്ക നിലയിൽ നമ്മുടെ സംസാര രീതികൾക്കൊരു മാറ്റം വരട്ടെ, നമ്മുടെ പ്രാർത്ഥനാ രീതികൾക്കൊരു മാറ്റം വരട്ടെ, നമ്മുടെ ആരാധന രീതികൾക്കൊരു മാറ്റം വരട്ടെ, നമ്മുടെ ഉപവാസ രീതികൾക്കൊരു മാറ്റം വരട്ടെ. ഇതുവരെ നമ്മൾ പ്രാർത്ഥിച്ചതായ ഏറ്റുപറച്ചിലില്ലാത്ത പ്രാർത്ഥനാ ജീവിതം ഒന്ന് മാറ്റിയിട്ട് ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി നമ്മൾ പ്രാർത്ഥിക്കാൻ തീർച്ചയായിട്ടും ദൈവം അത്ഭുതത്തിൻ്റെ ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. അതേ ബർത്തിമായുടെ കരച്ചിൻ്റെ ശബ്ദം കേട്ട് അവന് വേണ്ടി മുഖം മറച്ചു കളയാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കി കുരുടനായ ബർത്തിമായുടെ മേൽ അത്ഭുതം പ്രവർത്തിച്ച ദൈവം. എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, നിങ്ങളുടെ പ്രശ്നത്തിന് ദൈവം പരിഹാരം നൽകാൻ പോകുകയാണ്. ലോകം വിധിച്ചതല്ല നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത്, മനുഷ്യർ വിധിച്ചതല്ല നിങ്ങളുടെ മുൻപിൽ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത്. പിന്നെയോ ആ വിധിച്ചതിന് മുമ്പിൽ നിന്നുകൊണ്ട് കരഞ്ഞ് നിങ്ങൾ ദൈവത്തോട് നിലവിളിക്കുന്നുവെങ്കിൽ രേഖകളെ മാറ്റിമറിക്കുവാൻ ദൈവം വിശ്വസ്തനാ. ദാനിയേലിനെതിരായി, ചന്ദ്രക്ക് മേശകഭേദനെതിരായി രേഖ എഴുതിയ രാജാവിൻ്റെ രേഖയെ മാറ്റിമറിച്ച ദൈവം നമ്മുടെ ദൈവമാണെങ്കിൽ, ഈ വചനം കേൾക്കുന്ന നിങ്ങളോട് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ ഞാൻ ദൂതായി പറയുന്നു, നമ്മുടെ പ്രാർത്ഥനയുടെ രീതികൾ മാറ്റപ്പെട്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ദൈവം നമുക്കെതിരായി ശത്രുക്കൾ എഴുതി വെച്ച സകല രേഖകളെയും മാറ്റിമറിച്ച് നമ്മളെ നിർത്തേണ്ടടുത്ത് അവൻ നിർത്തുന്ന ദൈവമാണ്. ഹിസ്കിയാവിന് ആയുസ്സിനെ ദീർഘമാക്കി കൊടുത്ത ദൈവം നമ്മുടെ പ്രശ്നത്തിന്മേൽ പരിഹാരം തന്ന് അവൻ നമ്മെ മുൻപോട്ട് നയിക്കാൻ പോകുകയാണ്. ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിച്ച് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുറവുകളെ നമുക്ക് ദൈവത്തോട് ഏറ്റുപറയാം. നമുക്കൊരു വിശ്വാസമുണ്ടാകട്ടെ. വിശ്വാസത്തോടെ, സമർപ്പണത്തോടെ, ഒരു ഏറ്റുപറച്ചിലോടെ നാം ദൈവത്തെ ഒന്ന് പ്രാർത്ഥിച്ചാട്ട്, ദൈവത്തോടൊന്ന് ആരാധിച്ചാട്ട് ദൈവം അത്ഭുതകരമായി അവൻ വിടുവിക്കുന്ന ദൈവമാണ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. വചനം കേട്ട പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു. കരുണയുള്ള ദൈവമേ, നല്ല പിതാവേ, ഈ മക്കളുടെ അവസ്ഥയ്ക്ക് മാറ്റം കൊടുക്കണം. ഇവർ ഒരുപക്ഷെ പലപ്പോഴും പലരുടെ വാക്കുകൾ കേട്ട് നിരാശയിൽ ചില വിഷയത്തിന്മേൽ ഭാരപ്പെട്ടിരിക്കുന്നുവെങ്കിൽ കർത്താവേ, ഈ സമയത്ത് ഈ മക്കൾക്ക് വേണ്ടി അടിയൻ പ്രാർത്ഥിക്കുകയാണ്. ഇവരുടെ നിരാശയും ദൈവം ഇവരെ ഒന്ന് കരം പിടിച്ചുയർത്തണമേ. ഇവരുടെ വാക്കുകൾക്ക് പ്രത്യാശ വരട്ടെ, ഇവരുടെ പ്രവൃത്തികൾക്ക് ഒരു പ്രത്യാശ വരട്ടെ, ഇവരുടെ ആരാധനയിൽ ഒരു പ്രത്യാശ വരട്ടെ, ഇവർ ഉപവസിക്കുന്ന ഉപവാസത്തിനകത്ത് ഒരു ജീവൻ വരട്ടെ. ദൈവത്തിന് സ്തോത്രം. അത്ഭുത ശക്തി ഇവിടെ മേൽ പകരണമേ. ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും രോഗം വൈദ്യശാസ്ത്രം വിധി കൽപ്പിച്ച് ഈ രോഗം മാറ്റമില്ല എന്ന് പറഞ്ഞ് ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നുവെങ്കിൽ അത്ഭുതകരമായ ദൈവശക്തി ആ രോഗത്തിന്മേൽ വ്യാപിക്കപ്പെടട്ടെ. അവരുടെ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകാൻ ഞാൻ പ്രാർത്ഥിക്കുക. അവരുടെ വേദനകൾ മാറിപ്പോകാൻ ഞാൻ പ്രാർത്ഥിക്കുക. അവരുടെ ശൂന്യതകൾ മാറിപ്പോകാൻ ഞാൻ പ്രാർത്ഥിക്കുക. പത്രോസിന്റെ അതേ വലയ്ക്കകത്ത് ശൂന്യത സംഭവിച്ചുവെങ്കിൽ എൻ്റെ കർത്താവിൻ്റെ വാക്കിന് വല കെട്ടി കർത്താവേ, പത്രോസ് വലയിറക്കിയപ്പോൾ പെരുത്ത മീൻകൂട്ടം കൊടുത്തതുപോലെ ഈ ജനം ശൂന്യതയിൽ ഇരിക്കുന്നവർ ആരെങ്കിലും ഈ വചനം ശ്രദ്ധിച്ചുവെങ്കിൽ ദൈവയുടെ ശൂന്യത മാറ്റി ദൈവർക്ക് അത്ഭുതം പ്രവർത്തിക്കണം. കർത്താവ് അങ്ങനെ ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. ഈ ജനത്തോട് മനസ്സലിഞ്ഞതിനായി സ്തോത്രം. ഇവരുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് അങ്ങ് പരിഹാരം കൊടുക്കാൻ പോകുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ അടിയൻ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു.